ഇപ്പോൾ കിട്ടിയ വാർത്ത, രോഗിയുടെ മുറിവിൽ സ്റ്റിച്ച് ഇടുന്നതിന് പകരം ഫെവിക്യൂക്ക് പുരട്ടിയ നഴ്സിന് സസ്പെൻഷൻ. കാമുകിയെ തട്ടിക്കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാൻ കഴിയാതെ അക്ഷയ് കണ്ണടച്ചു നിന്നു. ഗൾഫിലുള്ള കൂട്ടുകാരനെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു നാട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് നിന്റെ അച്ഛനല്ല വേറെയാളുടെ അച്ഛനാണ് മരിച്ചതെന്ന് പറഞ്ഞ അഖിൽ പ്രാങ്സ്റ്ററിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. ഇനി സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്ക് ചെല്ലാം. ഹാൻഡ്സ് വെച്ചിട്ട് പവർ കിട്ടാത്തതിനെ തുടർന്നു യുവാവ് ഹാൻഡ്സ് വെച്ച് പുട്ടുണ്ടാക്കി കഴിച്ചു മരണപ്പെട്ടു. കൊതുകിനെ കൊല്ലാൻ സ്വന്തം ശരീരത്തിൽ ഗുഡ് നൈറ്റ് ലിക്വിഡ് കുത്തിവെച്ച ആദർശ് എന്ന യുവാവ് മരിച്ചു. ആദർശ് ഒരു കൊതുകായിട്ട് പുനർജനിക്കുമെന്ന് കൂട്ടുകാർ വിഷമത്തോടെ പറഞ്ഞു. അപ്പൂപ്പന് ഗ്യാസാണെന്നറിഞ്ഞ അമൽ എന്ന യുവാവ് അപ്പൂപ്പന്റെ അണ്ണാക്കിൽ തിരിയിട്ട് കത്തിച്ചു കൊന്നു. ബോർഡ് തുടയ്ക്കാൻ പറഞ്ഞ അധ്യാപകനോട് അതെന്താ നിനക്ക് കൈയില്ലേ മൈരേ എന്ന് തിരിച്ചു ചോദിച്ച പ്രവീൺ പടക്കളത്തെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇതിൽ വെച്ച് അമൽ 2Kയുടെ ചുക്കാമണിക്ക് കയറി പിടിച്ച സുധാകരൻ 60s അമൽ കോമ്പസിന് കുത്തി കൊലപ്പെടുത്തി. മരിക്കുന്നതിന് മുന്നേ ഇന്നത്തെ തലമുറ നശിച്ചു എന്ന് സുധാകരൻ കൂട്ടിച്ചേർത്തു. അവിടെ ഒരു ലോഡ് ഈന്തവഴമുണ്ട്, അതിനുള്ളിൽ മൊത്തം കുരു നിറയ്ക്കണം, നല്ല ശമ്പളം തരാം, ജോലിയില്ലാതെ വീട്ടുകാരെ മുടിപ്പിച്ച് വായി നോക്കി നടക്കുന്ന നിങ്ങളുടെ വെടലച്ചങ്ങിനെ മെൻഷൻ ചെയ്തു. ഉണ്ടായി വീട് കുലുങ്ങിയപ്പോൾ 4th ഡയമെൻഷനിൽ നിന്നുള്ള മെസ്സേജ് ആണെന്ന് കരുതി ഓടി രക്ഷപ്പെടാതിരുന്ന യുവാവിന് ദാരുണാന്ത്യം. ആദർശ് കഞ്ഞിക്കുഴി എന്ന യുവാവാണ് മരണപ്പെട്ടത്. ഇവിടുത്തെ വടയുടെ തുളയെല്ലാം ചെറുതാണ്. വലിയ തുള ഉണ്ടാക്കാൻ കഴിവുള്ള നിങ്ങളുടെ അടുത്ത കൂട്ടുകാരനെ മെൻഷൻ ചെയ്യും. പാലക്കാടിൽ തണുപ്പ് കൂടിയതിൽ തുടർന്ന് തീക്കഷ്ണമെടുത്തു അണ്ടിയിൽ വെച്ച അഖിലിന് ദാരുണാന്ത്യം. നമസ്കാരം. ഇപ്പോൾ ലഭിച്ച പ്രധാന വാർത്ത, തിരുവനന്തപുരം മൃഗശാലയിൽ 18 വയസ്സ് തികയാത്ത പെൺകുരങ്ങിന്റെ കുണ്ടിക്ക് പിടിച്ച യുവാവിനെ പോലീസും നാട്ടുകാരും തിരയുന്നു. പ്രധാന വാർത്തകൾ. അറിയാതെ കൈതട്ടി ഫയർഫോഴ്സിന് കോൾ പോയപ്പോ അവര് വരുമെന്ന് പേടിച്ച് സ്വന്തം കൊതത്തിന് തീവെച്ച ഷിഫിൻ കോതപ്പുറം അറസ്റ്റിലായി. കല്യാണത്തിന് ആള് കൂടുമെന്നറിഞ്ഞു തലേന്ന് ഒളിച്ചോടിയ വിഷ്ണു ഇൻട്രോവേർട്ട് കിണറ്റിൽ വീണു കാലൊടിഞ്ഞു. അവന്റെ കഴപ്പ് തീർന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. അപ്പൂപ്പന് ഗ്യാസാണെന്നറിഞ്ഞ അമൽ എന്ന യുവാവ് അപ്പൂപ്പന്റെ അണ്ണാക്കിൽ തിരിയിട്ട് കത്തിച്ചു കൊന്നു. മിന്നാമിനിങ്ങിനെ പിടിച്ച് കുപ്പിയിലാക്കി ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് എന്നും പറഞ്ഞ് പ്രൊജക്റ്റായി സബ്മിറ്റ് ചെയ്ത ആദർശ് ബിടെക്കിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. കറുപ്പും വെളുപ്പും നിറമുള്ള വസ്തുക്കളുടെ പേരെഴുതാൻ പറഞ്ഞപ്പോൾ പല്ലിതീട്ടം എന്നെഴുതിയ അഖിൽ ഹ്യൂമാനിറ്റീസിന്റെ തല വിദഗ്ധ പരിശോധനയ്ക്കായി ഉപ്പിലിട്ട് വെച്ചു. കൂട്ടുകാർ അണ്ടിയില്ലാത്തവനെന്ന് വിളിച്ചതിനെ തുടർന്ന് യുവാവ് പൊതുസ്ഥലത്ത് വെച്ച അണ്ടി കാണിച്ചു കൊടുത്തു മാതൃകയായി. നമസ്കാരം. വക്കീൽ ഫീസ് ലാഭിക്കാൻ പെറ്റി കേസ് സ്വന്തമായി വാദിച്ച വിഷ്ണു എക്സ് ഹ്യൂമാനിറ്റീസിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് വിധിച്ചു. നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും കൂടുതൽ തവണ നാട്ടിൽ വന്ന് പെണ്ണ് കണ്ട് തിരിച്ചുപോയ റെക്കോർഡിട്ട് യുവാവ് മാതൃകയായി. എയർപോർട്ടിൽ യുവാവിന് പ്രത്യേക സ്വീകരണം ഏർപ്പെടുത്തി. മൊബൈൽ റിപ്പയറിംഗ് ആണെന്ന് വെച്ച് ഓട്ടോമൊബൈൽ കോഴ്സ് എടുത്ത ഹരി ചമ്മിപ്പോയി. നമസ്കാരം. ഇന്നത്തെ ദിവസം ഒരു മോട്ടിവേഷനോട് കൂടി തുടങ്ങിയാലോ? ദാ പിടിച്ചോ. ഉണ്ടയുമില്ല, അണ്ടിയുമില്ല, ഒരു മൈരുമില്ല, നമ്മൾക്ക് നമ്മൾ മാത്രം. നിങ്ങൾക്ക് ഊമ്പിത്തരം ഒരു പാഷനാക്കിയ ഒരു സുഹൃത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ നോർത്ത് കൊറിയയിൽ BA ഊമ്പിത്തരം പഠിക്കാൻ ഒരു സുവർണ അവസരം. നമസ്കാരം. പഴഞ്ചൊല്ല എഴുതാൻ ടീച്ചർ പറഞ്ഞപ്പോൾ വാണം വിട്ടും ഓണം ഉണ്ണണം എന്ന് എഴുതി വെച്ച അർജുൻ അക്ഷരതെറ്റിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഞാൻ ശക്തനായതുകൊണ്ട് എന്റെ കോൺട്രാക്ടർ ബോസ് എന്നെ കൊണ്ട് നിർത്താതെ ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഒരു ബംഗാളി സഹോദരൻ കിട്ടുന്നതിന്റെ പകുതി പോലും അവർ എനിക്ക് തരുന്നില്ല. എനിക്ക് പറക്കാൻ കഴിയുന്നതുകൊണ്ട് അവർ യാത്രാ സൗകര്യം വെട്ടിക്കുറച്ചു. ഞാനാണ് നിർമ്മാണ സാമഗ്രികൾ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകുന്നത്. ലേസർ കണ്ണുകൾ കൊണ്ട് ചുവരുകൾ തുറന്ന് കറണ്ട് ബില്ല് കുറയ്ക്കുന്നു. കഷ്ടപ്പാടുകൾ പറഞ്ഞാൽ കഞ്ഞിയിൽ ക്രിപ്റ്റോനൈറ്റ് ഇട്ട് തരും. ഞാനിപ്പോ എന്റെ അടിവസ്ത്രം പാന്റിനുള്ളിലാണ് ധരിച്ചിരിക്കുന്നത്. എന്നിട്ടും ചെറിയ കുട്ടികൾ പോലും എന്നെ പുറത്ത് അടിവസ്ത്രം ധരിച്ച സൂപ്പർമാൻ എന്ന് വിളിച്ച് കളിയാക്കുന്നു. എനിക്കിവിടെ മടുത്തു, എന്നെ രക്ഷിക്കൂ. പോയി പണിയെടുക്ക് സൂപ്പർമാനെ, അല്ലെങ്കിൽ ഞാൻ ബാറ്റ്മാനോട് നിന്റെ മാർത്താ മമ്മിയെ വിളിക്കാൻ പറയും. ഇവിടെ കനത്ത മഴയായതുകൊണ്ട് മീൻപിടുത്തക്കാർക്ക് കടലിൽ പോകാൻ അനുവാദമില്ല. അതുകൊണ്ട് അവരെന്നോട് കടലിൽ പോയി അവർക്ക് വേണ്ടി മീൻ പിടിക്കാൻ ആവശ്യപ്പെട്ടു. ഇവിടെ എനിക്ക് വല വിരിച്ച് യാത്ര ചെയ്യാൻ കെട്ടിടങ്ങളില്ലാത്തതുകൊണ്ട് എനിക്ക് നീന്തി കടലിന്റെ ഉള്ളിലേക്ക് പോകേണ്ടി വരും. മീൻ പിടിക്കാൻ എന്റെ വലകൾ ഉപയോഗിക്കണം. വെബ് ഷൂട്ടർ റീഫിൽ ചെയ്ത് ഞാൻ മടുത്തു. ഹലോ ഗൈസ്, ഞാനിവിടെ ആളുകളെ രക്ഷിക്കാൻ എന്റെ വാഹനം എടുക്കുകയായിരുന്നു. മോട്ടോർ വെഹിക്കിൾ ഓഫീസർ ഇത് പരിഷ്കരിച്ചതാണെന്ന് പറഞ്ഞ് എന്റെ വാഹനം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇവർ പറയുന്നത് ഞാൻ ഇവിടെ നിപ്പ പരത്തുമെന്നാണ്. ഞാൻ ആ ടൈപ്പ് ബാറ്റ് അല്ല എന്ന് എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും? സ്പൈഡർമാൻ ഭാഗ്യവാനാണ്, അവന് വെബ് ഷൂട്ടിംഗ് സ്കിൽ ഉപയോഗിച്ച് യാത്ര ചെയ്യാം. ഇവിടെ തേങ്ങയിടാൻ ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അറബി നേരിട്ട് വിളിച്ചതാ എന്നെ. ഇത്രയും വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിട്ട് തേങ്ങയിടാൻ ആലപ്പുഴയിൽ നിന്ന് ഞാൻ തന്നെ വരേണ്ടി വന്നില്ലേ? ഗൈസ്, ഞാൻ തെങ്ങി കയറുമ്പോഴൊക്കെ അക്കരെ കടവിൽ നിറയെ പെണ്ണുങ്ങൾ കുളിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ വിചാരിച്ച് ഒരു വ്ളോഗിങ് ചാനൽ തുടങ്ങിയാലോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മേ, ഞാൻ ഡിപ്രഷനിലോട്ട് പോവുക. അച്ഛനോട് ചോദിച്ചിട്ട് പൊക്കോ. പിന്നെ 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറാൻ വേണം. ബൈക്കിൽ പെട്രോൾ ഉണ്ടോ എന്നറിയാനായി തീപ്പെട്ടി കത്തിച്ചു നോക്കിയ റൈഡർ അക്ഷയ് യാത്രയായി.
ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളെ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇരുട്ടത് കണ്ണു കാണില്ല എന്ന് പറഞ്ഞ സൈക്കോ സിനാനെ സസ്പെൻഡ് ചെയ്തു. മക്കളെ ഓടിക്കോ. എങ്ങോട്ടാ മാമേ? അറിയില്ല മക്കളെ, എല്ലാവരും ഓടുന്നുണ്ട്, വേഗം വന്നോ. ചുണ്ടിന്റെ നിറം പോരാ എന്ന് പറഞ്ഞു ചുണ്ടത്ത് കടന്നലിനെ കൊണ്ട് കുതിച്ച അപർണ നാളെ ആശുപത്രി വിട്ടേക്കും. പ്രണയത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഞങ്ങളുടെ കാലത്ത് 3 വരി കത്തെഴുതാൻ 8 തവണ ആലോചിക്കണം. ഇപ്പോഴാണെങ്കിൽ 4 സ്മൈലി 2 പൂക്കി. നമസ്കാരം. മഴയത്ത് മേക്കപ്പ് ഒലിച്ചുപോയ പെൺകുട്ടിയെ അന്യഗ്രഹ ജീവിയാണെന്ന് കരുതി നാട്ടുകാർ കെട്ടിയിട്ട് പോലീസിലേൽപ്പിച്ചു. മുല്ലപ്പെരിയാർ ഡാം പൊട്ടി എന്ന ഫേക്ക് ന്യൂസ് കേട്ട് മുങ്ങി മരിക്കേണ്ടെന്ന് കരുതി തൂങ്ങി മരിച്ച് യുവാവ്. നമസ്കാരം. ഏറ്റവും കൂടുതൽ തവണ നാട്ടിൽ വന്ന് പെണ്ണ് കണ്ട് തിരിച്ചുപോയ റെക്കോർഡിട്ട യുവാവ് മാതൃകയായി എയർപോർട്ടിൽ പ്രത്യേക സ്വീകരണം ഏർപ്പെടുത്തി. മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് കളിച്ച കണ്ണൂരിലെ കുമാറിനെ കെട്ടിയോൾ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. കൂടാതെ കുമാറിന്റെ മൊബൈൽ ഫോണും എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. പെണ്ണ് കാണാൻ പോയ വീട്ടിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ കണ്ട് അച്ഛൻ പട്ടാളത്തിലാണല്ലേ എന്ന് ചോദിച്ച വരുൺ ഹ്യൂമാനിറ്റീസിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ബസ്സിൽ പോകുന്ന വഴി കൈയും തലയും പുറത്തിടരുതെന്ന് എഴുതിയത് കണ്ട് കാല് പുറത്തിട്ട് 10ാം ക്ലാസ് വിദ്യാർത്ഥി. പാലക്കാട് ബിരിയാണിയിൽ മുട്ട ചോദിച്ചപ്പോൾ തന്റെ സ്വന്തം മുട്ട അരിഞ്ഞുകൊടുത്ത സുഫിയാൻ അതിബുദ്ധി. അരണ കടിച്ചാൽ അപ്പോൾ മരണമെന്ന പഴഞ്ചൊല്ല് സത്യമാണോ എന്നറിയാൻ അരണയുടെ അണ്ണാക്കിൽ കൈയിട്ട് കടി വാങ്ങിയ അഖിൽ വെപ്രാളത്തിന് ദാരുണാന്ത്യം. ഒരു പഴംപൊരിയും 2 ഉണ്ടൻ പൊരിയും ചോദിച്ചതിന് മുണ്ട് പൊക്കി കാണിച്ച ചായക്കാരൻ ദാമു അറസ്റ്റിൽ. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഫാമിലിയെ അവരോട് ഇറങ്ങാൻ നേരം നാളെ പോയാൽ പോരെ എന്ന് ഭംഗിവാക്ക് ചോദിച്ച എക്സ്ട്രോവേർട്ട് നിരഞ്ജനെ TTR നോട്ട് ചെയ്തു. തങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറയാമോ? ഒരു പേർഷ്യൻ കാറ്റിനെ കിട്ടിയപ്പോ എന്റെ മുതലാളി എന്നെ പുറത്താക്കി. സ്ഥിരമായി സെന്റി ഡയലോഗ് അടിച്ച് കടം വാങ്ങുകയും വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാതിരിക്കാൻ മിടുക്കനുമായ സുഹൃത്തിനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. അവനോട് ഞാൻ പറഞ്ഞതാ, ഒരു 50,000 കൂടി തന്നാൽ ഞാൻ വാങ്ങിയ 20,000 തിരിച്ചു കൊടുക്കാന്ന്. അവനത് ഇഷ്ടപ്പെട്ടില്ല, അതാ കാരണം. ഇതുപോലെയുള്ള ഉടായ്പ ഫ്രണ്ട്സ് നിങ്ങൾക്കും ഉണ്ടോ? എന്നാ നിങ്ങൾ ഒരു കാലത്തും ഗതി പിടിക്കില്ല. നിങ്ങളുടെ കറവക്കാരനായ ഫ്രണ്ടിനും ഇത് അയച്ചു കൊടുക്കും. പ്രൊഫൈൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നന്ദി.